വർക്കേഴ്സ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് സ്റ്റഫ്ഡ് ക്യാബേജാണ് കേട്ടോ. നമ്മൾ അതിനായി ഇതപ്പോൾ ഒരു ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാബേജ് ഇങ്ങനെ ഓരോ ലീഫായിട്ട് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അതിനായി ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, വീഡിയോയിലേക്ക് പോവാം. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു വീഡിയോയിലേക്ക് പോവാം. ഈ സ്റ്റഫ്ഡ് ക്യാബേജ് ഉണ്ടാക്കാനായി ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് നമ്മളതിനെ ഒന്ന് നല്ലോണം വേവിച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ കുക്കർ ഒക്കെ റെഡിയായി. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ തോലൊക്കെ കളഞ്ഞ് നമ്മളതിനെ സ്മാഷ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില, പച്ചമുളക്, ഉള്ളി മുറിച്ചത്, ദെൻ ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുനുകുനുകുനേന്ന് മുറിച്ചിടുക കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ അതിലേക്ക് ബീറ്റ്റൂട്ട് ഇടുന്നുണ്ട്, ക്യാരറ്റ് ഇടാം, പിന്നെ നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റിയതെല്ലാം അതിലിടാം കേട്ടോ. പിന്നെ സ്പ്രൗട്ട്സ് ഇടാം, മുളപ്പിച്ച സ്പ്രൗട്ട്സ് ഇടാം, അങ്ങനെ ഓക്കെ. ഇപ്പം ഞാൻ ഇത് എത്ര ഇടുന്നുള്ളൂ ഒന്ന്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഇടുന്നുണ്ട് 1 സ്പൂണ്. നമ്മൾ ആൾറെഡി കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അതിലേക്ക് ഇന്ന് നാരങ്ങ നീരാണ് ഒഴിക്കണത് കേട്ടോ. മറ്റേ ചാട്ട് മസാല വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അതിലിപ്പോൾ ഒരു പുളിയും അല്ലെങ്കിൽ അംച്യൂർ പൗഡർ, മാംഗോ, ഓക്കെ, അതും ഇടാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഒരു ക്യാബേജ് എടുത്തിട്ട് നമ്മൾ അതിനെ ലീഫൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് നമ്മളതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സലാഡ് പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് നമുക്ക് ഉരുളയാക്കാൻ കിട്ടും. ഉരുളയാക്കിയിട്ട് ഓരോ ലീഫിലായിട്ട് നമ്മളതിനെ പൊതിഞ്ഞ് റോൾ ചെയ്തിട്ട് നമ്മൾ ആവി കയറ്റാൻ വെക്കുക കേട്ടോ. അങ്ങനെ എല്ലാം നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതപ്പോൾ എല്ലാം ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വേഗം ഒരു ഈസി ആയിട്ട് വേഗത്തിലായി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നല്ല പൊന്തി നല്ല ഒരു ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഒരു സ്റ്റഫ്ഡ് ക്യാബേജ് റെഡിയാണ്. ഇത് നമുക്ക് അങ്ങനെ തന്നെ തിന്നാം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ച് സോസ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇനിയും എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. ഓക്കെ, ഇതപ്പോൾ ഞാൻ വന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇന്ന് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുതിന ചട്നി അല്ലെങ്കിൽ കട്ടാമിട്ട സോസ് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളുടെ ചോയ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.